പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കർത്താവ് ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്ത് കൊതിച്ചിരിക്കുകയാണ്. ഈശോയെ, നിന്റെ വലതുകരത്തിൻ്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി കർത്താവ് ഇന്ന് യാത്രയ്ക്ക് ഒരുങ്ങുന്ന ഓരോ മക്കളുണ്ട്. ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോണവരുണ്ട്. ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട്. കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന് ആണിപ്പെടുതാന്ന് വലതുകരം മക്കളുടെ ശിരസ് വെക്കണമേ. അവർ പോകുന്നിടത്തേക്കല്ല, നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈശോയെ, അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിന്റെ ഉന്നതമായ നാമത്തെ സ്തോത്രം ചെയ്യുന്നു.
മക്കളില്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ആശുപത്രി കിടക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ ബിസിനസ് ചെയ്തിട്ട് തകർന്നു പോകുന്നവരെയും കർത്താവ് ഇന്നെങ്കിലും 10 പൈസ കിട്ടുക ഈശോയെ. കച്ചവടം ചെയ്തിട്ട് നിവൃത്തിയില്ലാതിരിക്കുന്നവരുണ്ട്. കന്യൻ്റെ കയ്യിൽ പൈസ അകപ്പെട്ടു പോയവരുണ്ട്. അത് തിരക്കി പോകുന്നവരും ചോദിക്കാൻ പോകുന്നവരുണ്ട്. അപ്പം അവരെല്ലാം അവരുടെ ഉദ്യമങ്ങളെല്ലാം കർത്താവ് കൊച്ചു തോബിയാസിനെ നീ വിട്ടില്ലേ കടങ്ങൾ തിരിച്ചു കിട്ടി മേടിക്കാൻ വേണ്ടി. അതുപോലെ അന്ന് റാഫേൽ മാലാഖനൊക്കെ നീ കൂടെ വിട്ടില്ലേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു വിട്ടാൻ മേടിക്കാൻ വേണ്ടി വിടുന്നവരുടെ കൂടെ പരിശുദ്ധമേ നീ കൂടെ വിടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ. കർത്താവേ, ഉദ്യോഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് അവരുടെ എല്ലാം കർത്താവിന് തിരുസേന സമർപ്പിക്കുന്നു. ടെസ്റ്റ്, ഇൻ്റർവ്യൂ, പരീക്ഷ, അതുപോലെ ഏജൻസി, ക്രയവിക്രയങ്ങൾ, ജീവിതമാർഗങ്ങൾ, വിദൂര യാത്രകൾ, അങ്ങനെ ബന്ധുത്വം മുറക്ക് പോകുന്ന വിവാഹ യാത്രകൾ, ഈശോയെ എവിടെയെല്ലാമൊക്കെ പോകുന്നു അവിടെയെല്ലാം അങ്ങയുടെ മക്കളുടെ കൂടെ നീ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മുഴുവൻ യാത്രകളിൽ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവുകയും മാതാവ് നിൻ്റെ വലതുകരം ഗ്രഹിക്കുകയും സഞ്ചാരി മാതാവ് രാത്രി നീ തിരികെ വരുമ്പോൾ നിന്നെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതമായി ദൈവം നിന്നെ തിരികെ എത്തിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സുരക്ഷിതം നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ട ഈശോ കൈകാര്യം ചെയ്ത സബ്ജക്റ്റാണ് കളകൾ. മത്തായിയുടെ സുവിശേഷം 13:27 എടുത്തേ. വേലക്കാർ ചെന്ന് വീട്ടുടമസ്ഥനോട് ചോദിച്ചു, യജമാനനെ നീ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത്? പിന്നെ കളകളുണ്ടായത് എവിടെ നിന്ന്? അവൻ പറഞ്ഞു ശത്രുവാണ് ഇത് ചെയ്തത്. എൻ്റെ മക്കളെ, ഞാനിത് പറയാൻ കാര്യം അറിയോ, ഞാൻ പലപ്പോഴും ഈ വിഷയം ധ്യാനിപ്പിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മ പറയണതേ, ഞാനൊരു സൂചന തന്നായിരുന്നു ഇതേ പങ്ക്തിയിൽ. പരിശുദ്ധാത്മ പറയണതേ 2 തരം കളകളുണ്ടെന്നാണ് പറയണത്. ഒന്നിങ്ങനെ പുറമേ നിന്ന് കൊണ്ടുവന്ന് വിതച്ചിട്ട് പോയി കളഞ്ഞെന്ന് പറയത്തില്ലേ. രണ്ടാമത്തെ കള ആ മണ്ണിൽ തന്നെ തന്നെത്താൻ കിളുത്തു വരുന്ന സംഭവമുണ്ട്. നമുക്കറിയാമല്ല, എത്ര ഉണങ്ങി ഇപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളൊക്കെ വളരെ ഉണങ്ങി കിടക്കണ പറമ്പാണെങ്കിലും മഴ വന്നു കഴിയുമ്പോൾ 100,000 ചെടികൾ മുളച്ചവനെ കാണാം. വേര് പൊട്ടിയൊക്കെ മുളച്ചും അതിൻ്റെ തരി വീണ് അരി വീണൊക്കെ മുളക്കും. അപ്പം ഈ അകത്തുനിന്ന് മുളച്ചു വരും, ആ മണ്ണിൽ തന്നെ ആരും കൊണ്ടൊന്നും വാകാതെ തന്നെത്താൻ മുളച്ചു വരുന്ന. പണ്ടേ അവിടെ കിടന്നിരുന്നതാണ്. അനുകൂലമായ സാഹചര്യം വന്നപ്പോൾ ആ കള അകത്തുനിന്ന് ആരും കൊണ്ടൊന്നും പാകാതെ അകത്തുനിന്ന് മുളച്ചു വരും. ഈ അകത്തുനിന്ന് മുളച്ചു വന്നാലും പുറത്തുനിന്ന് കൊണ്ടുവന്ന് പാകി പിടിപ്പിച്ചാലും വിള നശിപ്പിച്ച് കളയും. അത് കളയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം. ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോണ അകത്തുനിന്ന് വരുന്ന കളകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം ഞാനത് കാര്യം പറയട്ടെ, നിങ്ങൾക്കിപ്പോൾ ഒരു അനുഗ്രഹം കിട്ടി വിചാരിച്ചു. ഞാനീ പറയണത് സാക്ഷ്യം പറയാൻ ഒരിക്കലും വൈകരുത്. എന്താ കാര്യത്തെ കളകൾ വളരും അകത്തുനിന്ന്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലേ 7 വർഷമായിട്ട് അവർക്ക് മക്കളില്ല, മക്കളെ കിട്ടത്തില്ല എന്ന് ഡോക്ടേഴ്സും പറഞ്ഞു. മരുന്ന് കഴിക്കണില്ലേ. പക്ഷെ അവർ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് ഒറ്റ പ്രസവത്തിൽ 1 മാസം തന്നെ കഴിഞ്ഞപ്പോൾ തന്നെ പ്രഗ്നൻ്റായി. അവർക്ക് ഒറ്റ പ്രസവത്തിൽ 3 കുഞ്ഞുങ്ങളെ കിട്ടി. അവരിപ്പോൾ ഒന്ന് സാക്ഷ്യം പറഞ്ഞില്ലെങ്കിൽ എന്ത് പറ്റും? കുറച്ച് കഴിയുമ്പോൾ കളകൾ പണ്ടിതുപോലെ ഈ നമ്മുടെ ഇടത്തുവായിന്ന് ഞാൻ ഒരു കുഞ്ഞുങ്ങളെ എടുത്തു തുടങ്ങിക്കാൻ വന്നായിരുന്നു ഇവിടെ. അപ്പോൾ അവർക്ക് 14 കൊല്ലമായിട്ട് മക്കളില്ലായിരുന്നു. ഉടമ്പടി എടുത്തപ്പോൾ അവർക്ക് 3 കുഞ്ഞുങ്ങളെ കിട്ടി. അപ്പം ഞാൻ അവരോട് എടുത്തു തുടങ്ങിക്കാൻ വന്ന് കുഞ്ഞിനങ്ങളാണ്. അപ്പോൾ ഞാൻ ഇതുവരെ സാക്ഷ്യം പറഞ്ഞില്ലേ? പറഞ്ഞത് ഞങ്ങൾ വരുവച്ചാന്ന് പറയും, ഇതുവരെ കണ്ടിട്ടില്ല. അതെന്താ സംഭവം?
അപ്പം അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ അത് ദൈവത്തിനുള്ളതല്ലേ, അവ ദൈവത്തിന് കൊടുത്തില്ല. അപ്പം എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ കളകൾ ഉള്ളിൽ നിന്ന് വളരാൻ തുടങ്ങും. എന്താണ്? അല്ലെങ്കിലും എനിക്ക് PSC എനിക്ക് ജോലി കിട്ടിയേനം, ഉടമ്പടി എടുത്തില്ലെങ്കിൽ കിട്ടിയേനം, അല്ല മറ്റവർക്ക് കിട്ടിയേനെ, കൂട്ടുകാർക്ക് കിട്ടിയല്ല, അവിടെ കിട്ടിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നീ പറഞ്ഞ ദൈവത്തിന് കൊടുക്കാനുള്ള എടുത്തിട്ട് നീ സ്വയമായിട്ടത് നിൻ്റെ കഴിവിലാക്കി മാറ്റും. മക്കളുണ്ടാകണ കാര്യം അതുപോലെ തന്നെയാണ്. സ്ഥലം വിൽക്കണ കാര്യം അങ്ങനെയാണ്. താമസിക്കും തോറും ഉള്ളിൽ കള വളരാൻ തുടങ്ങും. എന്താണ്? മക്കളല്ലെങ്കിൽ കിട്ടിയേനോ. അപ്പോൾ ഡോക്ടർമാർ പറയും ഇതൊക്കെ ഇങ്ങനെ അവർ ഇംഗ്ലീഷ് ടെക്നിക്കൽ വാർഡൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയും. അതായത് വെറുതെ കുറേ നാൾ ഗർഭപാത്രം മക്കളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇരുന്നിട്ട് പെട്ടെന്നുണ്ടാകാൻ അപ്പോൾ പ്രതിഭാസത്തെക്കുറിച്ച് പറയും. അപ്പോൾ നമുക്ക് അത് ശത്രു കൊണ്ടുവന്ന് പുറത്തുനിന്ന് വിതക്കും. ദൈവകാരികൾക്ക് കുഞ്ഞിനെ കൊടുത്തത്, പക്ഷെ ആരെങ്കിലും വന്നിട്ട് അത് അവർക്ക് അങ്ങനെ കിട്ടിയാൽ ഇവർക്ക് ഇങ്ങനെ കിട്ടിയത്, മറ്റവർക്ക് ഇങ്ങനെ കിട്ടിയത് പറഞ്ഞുകൊണ്ട് കളകൾ പറിച്ചു. ഇതിനകത്ത് തന്നെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് തോന്നാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വാഭാവികമായി കിട്ടിയതായിരിക്കും എന്ന് തോന്നും. അപ്പം കള അകത്തുനിന്ന് വളരണം. എപ്പോഴും ഒരിക്കലും ശ്രദ്ധിക്കണം, ദൈവത്തിന് കൊടുക്കേണ്ടത് സ്വന്തമായിട്ട് എടുത്ത് ഉപയോഗിക്കരുത്. റോമ 1:21 എടുത്തേ. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുന്നതിന് അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നതിനും ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്യും. എന്താണ് സാക്ഷ്യം പറയാതിരുന്നുള്ള കുഴപ്പം? അതാ, കുറച്ച് കഴിയുമ്പോൾ സ്വന്തം ക്രെഡിറ്റാണെന്ന് വിചാരിക്കുക. അതാണ് ഉള്ളിൽ നിന്ന് വളരുന്ന കള. അതുകൊണ്ട് ഏറ്റവും നല്ലത് ദൈവാനുഗ്രഹം കിട്ടിയാൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മുടെ കടമ നിർവഹിക്കണം, അല്ലെങ്കിൽ അത് കടമായിട്ട് മാറും. അത് ദൈവത്തെ മഹത്വപ്പെടുത്തി അത് 10 മനുഷ്യരോട് നീ പറയണം. ഉടമ്പടി എടുത്താണെങ്കിൽ നീ കൃപാസനം അൾത്താരം എന്ന് പറയണം. അല്ലാതെ നീ പ്രാർത്ഥിക്കുന്നതിൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ മറ്റു മനുഷ്യർ പറയണം. നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം. കാര്യം ഈ മഹത്വപ്പെടുത്തുന്നത് എന്ന് പറയുന്നത് എപ്പോഴും ഏറ്റുപറച്ചിലാണ് വരണത്, അല്ലാതെ സ്വയംകൃത ചരിത്രമില്ല അതിൻ്റെ അകത്ത്. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ എൻ്റെ സ്രോതസ്സനായ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ ഏറ്റു പറയും. അപ്പോൾ നമുക്കൊരു അനുഗ്രഹം ദൈവത്തിന് കിട്ടിയാൽ മറ്റുള്ളവർക്ക് വിശ്വാസം ഉണ്ടാകാൻ വേണ്ടി അത് നമ്മൾ ഏറ്റു പറയണം. ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ റോമ 4:20 അനുസരിച്ചുകൊണ്ട് നമ്മൾ വിശ്വാസത്തിൽ വളരും. അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ നിന്നുകൊണ്ട് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് ഞാൻ അമ്മയോട് നന്ദി പറയുന്നു. എൻ്റെ പേര് അനീഷ ഡിനോൺ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. വർക്ക് ചെയ്യുന്നത് സൗദി അറേബ്യയിലാണ് നേഴ്സായിട്ട്. ഞാൻ ആദ്യം ഇന്നാണ് ശരിക്കും ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ആദ്യം ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു. അതെടുക്കാനുണ്ടായ സാഹചര്യത്തിന് മുമ്പ് ഞാൻ ആദ്യം കൃപാസനത്തെക്കുറിച്ച് കേട്ടത് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്നാണ്. എനിക്ക് 4 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ, ഹസ്ബൻഡ് പുറത്തായിരുന്നു. പക്ഷെ ഞങ്ങൾ വെക്കേഷന് വരുമ്പോഴൊക്കെ ഒരു കുഞ്ഞിന് വേണ്ടി ശ്രമിച്ചായിരുന്നു, പക്ഷേ കിട്ടിയില്ല. പിന്നെ അവസാനം ഞങ്ങൾ തീരുമാനിച്ചു ഒരുമിച്ച് സൗദിയിൽ സെറ്റിലാവാം, എന്നിട്ടൊരു കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്യാമെന്ന്. പക്ഷെ ഉടമ്പടി എടുക്കാനായിട്ട് എനിക്ക് എന്തോ ഒരു കോൺഫിഡൻസ് കുറവായിരുന്നു. അത് ഉടമ്പടിയിൽ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് തുടങ്ങി. 2 മാസത്തിൻ്റെ ഉള്ളിൽ ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാണ്ട് ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം ഉണ്ടായത് എൻ്റെ ഹസ്ബൻഡ് സൗദിയിൽ ഒരു 8 years ആയിട്ട് ഒരു വർക്കിംഗ് സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുമായിരുന്നു. ബാക്കി ഹസ്ബൻഡ് പറയും. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന് അമ്മ മാതാവിന് നന്ദി. എൻ്റെ പേര് ഡിനോൺ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ കറൻ്റ്ലി സൗദി അറേബ്യയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 8 കൊല്ലമായിട്ട് വർക്ക് ചെയ്യേണ്ടായിരുന്നു കമ്പനിയിൽ. ആ കമ്പനിയിൽ മാനേജറുമായിട്ട് ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാവുകയും ആ മാനേജർ, അതായത് ഗ്രൂപ്പിസം, നെപ്പോട്ടിസം, അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഫാമിലി തന്നെ സപ്പോർട്ട് ചെയ്യുകയും ബാക്കിയുള്ള വർക്കേഴ്സിനെ, അതായത് എക്സ്പീരിയൻസ് കൂടുതലുള്ളവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുകയും എക്സ്പീരിയൻസ് കുറവുള്ള അവരുടെ ബന്ധത്തിൽപ്പെട്ടവരുള്ള ആൾക്കാർക്ക് മാത്രം സാലറി ഇൻക്രിമെൻ്റ്, ഹൈക്കിങ്,
പിന്നെ അതുപോലുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുകയും ചെയ്തു. അത് ഞാൻ ചോദ്യം ചെയ്തു. 8 കൊല്ലമായിട്ട് വേറെ കംപ്ലൈൻറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഞാൻ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ എന്നോട് മാനേജർ പറഞ്ഞു, മലയാളിയാണ്, എന്നോട് പറഞ്ഞു എക്സിറ്റ് പൊക്കോ, നീ പറ്റുന്നുണ്ടെങ്കിൽ ഇതൊക്കെ സഹിച്ചിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിന്നാൽ മതി, അല്ലെങ്കിൽ നീ എക്സിറ്റ് പൊക്കോ, അല്ലെങ്കിൽ വേറെ കമ്പനിക്ക് മാറിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എക്സിറ്റ് പൊക്കോണ്ട് കുഴപ്പമില്ല, എനിക്ക് എക്സിറ്റ് അടിച്ചു തന്നോളെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എക്സിറ്റ് അടിച്ചോളാം എന്ന് പറഞ്ഞു. ഞാൻ റൂമിലേക്ക് വന്നു. പിന്നെ ഞാൻ പോയില്ല, ഒരു 15 ദിവസം കമ്പനിയിലേക്ക് പോയില്ല, എക്സിറ്റ് അടിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ട്. എക്സിറ്റ് അടിച്ചാൽ എനിക്ക് നാട്ടിൽ വന്നിട്ട് വേറെ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ എക്സിറ്റ് അടിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ട് പോകാണ്ട് 15 ദിവസം നിന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ എൻ്റെ ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാർഡ് ഇട്ടപ്പോഴാണ് അറിയണത് അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. കമ്പനി അക്കൗണ്ട് ഫ്രീസ് ചെയ്തു. ഇത് അക്കൗണ്ട് എന്താ ഫ്രീസ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ബാങ്കിൽ നിന്ന് പറഞ്ഞു, നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് ഫ്രീസ് ചെയ്തതാണ് അക്കൗണ്ട്, നിങ്ങൾ കമ്പനിയിൽ പോയി ചോദിക്കാൻ പറഞ്ഞു. കമ്പനിയിൽ ഞാൻ ചെന്ന് ചോദിച്ചു, എന്തിനാണ് എൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തത്? നിങ്ങൾ എക്സിറ്റ് അടിക്കുകയാണെങ്കിൽ എൻ്റെ സർവീസ് മണി എല്ലാതും തന്നിട്ടല്ലേ നിങ്ങൾ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാൻ പറ്റുള്ളൂ, എന്നാലും ഫ്രീസ് ചെയ്യാൻ പറ്റില്ലല്ലോ നിങ്ങൾക്ക് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴാണ് പറയുന്നത്, നിനക്ക് എക്സിറ്റ് അല്ല അടിച്ചു കൊടുക്കുന്നത്, നിനക്ക് ഹുറൂബാണ് അടിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. ഹുറൂബ് എന്ന് പറഞ്ഞാൽ ബാനാണ്, ലൈഫ് സൗദിയിലേക്ക് റീ എൻട്രി ചെയ്യാൻ പറ്റില്ല, വേറെ ജോബിന് അവിടെ കയറാൻ പറ്റില്ല. അങ്ങനെ ബാൻ ചെയ്തിട്ട് ഹുറൂബാക്കി എൻ്റെ സ്റ്റാറ്റസ്, ഇക്കാമയുടെ സ്റ്റാറ്റസും പാസ്പോർട്ട് സ്റ്റാറ്റസും. അങ്ങനെ ഒരു 1.5 വർഷത്തോളം ഞാൻ ഇല്ലീഗലായിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ കൂടെ വർക്ക് ചെയ്യണ ചേച്ചിയാണ് പറഞ്ഞത്, ഇങ്ങനെ ഉടമ്പടി എടുക്ക്, അത് പ്രാർത്ഥിച്ചാൽ നടക്കും മാതാവിൻ്റെ അടുത്ത്. ആ ചേച്ചി പറഞ്ഞ ചേച്ചി ഇന്നിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളിന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ആ ചേച്ചി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ ചേച്ചി പറഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളിവിടെ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. എൻ്റെ വൈഫ് ഓൺലൈനായിട്ട് ജൂൺ മാസം ഉടമ്പടി എടുത്തു. ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ലേ ഓൺലൈനിലായിട്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ തിങ്കിങ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അമ്മയാണ്, അമ്മയോട് നമ്മൾ ഉടമ്പടിയിലൂടെ കാര്യങ്ങളങ്ങനെ പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അമ്മയോട് ഡയറക്റ്റായിട്ട് പറയാം, അപ്പോൾ അമ്മ അത് സാധിച്ചു തരാം. അങ്ങനെയാണ്. ഞാൻ ഒരു വിശ്വാസമുള്ള ആളായിരുന്നു ചെറുപ്പം തൊട്ടിട്ട്. എന്ത് കാര്യത്തിലും ഞാൻ നേരിട്ട്, അതായത് എനിക്ക് തീരെ പറ്റാത്ത ഒരു അവസ്ഥകൾ വരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, അത്ര തന്നെ ഉള്ളൂ. അല്ലാണ്ട് അങ്ങനെ പള്ളിയെ പോക്ക് അതൊക്കെ കുറവുള്ള ഒരാളായിരുന്നു. അപ്പോൾ അങ്ങനെ അമ്മോട് അങ്ങനത്തെ ഒരു ചിന്താഗതിയായിരുന്നു, എന്തിനാണ് നമ്മൾ ഉടമ്പടി എടുക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ട്. എന്തായാലും വൈഫ് എടുത്തിട്ടുണ്ട്. അത് കാലത്ത് എൻ്റെ പ്രഭാത പ്രാർത്ഥന ചെല്ലും, സാക്ഷ്യങ്ങൾ കേൾക്കും, അത് ഷെയർ ചെയ്യും, അതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വൈഫ് പറഞ്ഞു ഒരു ദിവസം, ഇതിങ്ങനെ എടുത്താൽ ശരിയാവില്ല, നിങ്ങൾ കൂടി ഉടമ്പടി എടുക്കണം, എന്നാലാണ് നിങ്ങളുടെ കാര്യങ്ങൾ ശരിയാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു എന്ന് വൈഫ് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ ശരി. അങ്ങനെ ഒരു ഇതോട് കൂടിയിട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ട് ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞിട്ട് സെപ്റ്റംബർ 1-ാം തീയതി 2025 കഴിഞ്ഞ മാസമാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തപ്പോൾ തന്നെ കാലത്ത് പ്രഭാത പ്രാർത്ഥന ചൊല്ലി സാക്ഷ്യങ്ങൾ കേട്ടു. സാക്ഷ്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തു, വാട്സപ്പിൽ ഷെയർ ചെയ്തു. പിന്നെ വൈഫ് എന്നോട് പറഞ്ഞു, ഇനി രാത്രിയിൽ പ്രാർത്ഥനയുണ്ട്, അതിനുശേഷം അരമണിക്കൂർ ബൈബിൾ വായിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കിയെല്ലാം കഴിഞ്ഞു, ഇനി പ്രാർത്ഥനയും ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു, ബൈബിൾ വായന ഞാൻ മറന്നിരുന്നു, ഞാൻ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എന്ന് വെച്ചിട്ട് ബാക്കി പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ സീരിയൽ കണ്ടോട്ടെ, സീരിയലല്ല ബിഗ് ബോസ്, അത് കാണുന്ന ആളായിരുന്നു. അപ്പോൾ അത് ഞാൻ കണ്ടോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു എന്നോട്, അത് കാണുന്നതിന് മുമ്പ് ബൈബിൾ വായിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ബൈബിൾ വായിച്ചിട്ടില്ല. അപ്പോൾ പറഞ്ഞു ബൈബിൾ വായിച്ചിട്ട് പിന്നെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു, എന്നിട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ബൈബിൾ വായിക്കാനിരുന്നു. ബൈബിൾ വായിക്കുന്നത് ഞങ്ങൾ ഈ നമ്മുടെ മാതാവിൻ്റെ ഫോട്ടോ ഞങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ട് അവിടെയാണ് മെഴുകുതിരി കത്തിച്ചിട്ട് പ്രാർത്ഥിക്കേണ്ടായിരുന്നത്. ആ മെഴുകുതിരി കത്തിച്ചിട്ടാണ് ഞാൻ ബൈബിൾ വായിക്കാതിരിക്കുന്നത്. എൻ്റെ മുമ്പിൽ ഒരു മിററുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ബൈബിൾ വായിക്കാത്ത ആളെ, കണ്ടിന്യൂസ് അരമണിക്കൂർ വായിക്കാത്ത ആളായതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് വായിച്ച് എനിക്ക് ഉറക്കം വരുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മിററിൽ, എൻ്റെ ഫ്രണ്ടിൽ മിററാണ്, ആ മിറർ നോക്കിയിട്ടാണ് ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ട്, ഇങ്ങനെ ബൈബിൾ വായിക്കുമ്പോൾ മിറർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ബൈബിൾ വായിച്ചുകൊണ്ട് കാണാം. ഒരു 15 മിനിറ്റ് വായിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണടഞ്ഞു പോവാണ്. അപ്പോൾ ഇങ്ങനെ കണ്ണിങ്ങനെ അടഞ്ഞ്, എന്നാലും നമുക്ക് ഇങ്ങനെ കണ്ണടഞ്ഞു പോയാലും ഈ സൈഡിൽ ഇങ്ങനെ വരണത് അറിയാൻ പറ്റും. ആരെങ്കിലും വന്നാലോ എന്തെങ്കിലും ഓബ്ജക്റ്റ് വന്നാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇരുട്ടാണ് റൂം, ഇതിൻ്റെ മെഴുകുതിരിയുടെ വെളിച്ചം മാത്രമേ ഉള്ളൂ. ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈഫ് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വന്ന് എൻ്റെ അടുത്തുള്ള കട്ടിലിന്മ അവിടെ ഇരുന്നു.
അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവള് എന്നെ ചെക്ക് ചെയ്യാൻ വന്നിട്ടുള്ളതാണ്. ഞാൻ ഉറങ്ങുന്നുണ്ടോ, അവൾക്കറിയാം ബൈബിൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉറക്കം വരും. അപ്പോൾ ഉറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവൾ വന്നിരിക്കുന്നത്, വൈഫ് വന്നിരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവൾ കണ്ണ് തുറന്നിട്ട് ബൈബിൾ വായിക്കാൻ തുടങ്ങി. ശരിക്കും ബൈബിൾ വായിച്ചു. അരമണിക്കൂറും കഴിഞ്ഞിട്ട് ഇവളൊന്നും മിണ്ടണില്ല. അല്ലെങ്കിൽ ചോദിക്കേണ്ടതാണ് സാധാരണ, എന്താണ് ബൈബിൾ വായിച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥന എത്തിക്കാം അങ്ങനെ പറയുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അത് ബൈബിൾ വായിച്ച് കഴിഞ്ഞിട്ടും ചോദിക്കണില്ല. ചോദിക്കേണ്ടായപ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കിയതാണ്. നോക്കിയപ്പോൾ അവിടെ അവളെ കണ്ടില്ല. ഇവളവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ചോദിക്കില്ല, ഞാൻ അവിടെ ഇല്ലാത്തപ്പോൾ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നത് കാണാനില്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം ഓടി. ഇവളെ അടുക്കളയിൽ ഉണ്ടാവും അല്ലെങ്കിൽ അവിടെ ബാത്റൂമിൽ എവിടെയെങ്കിലും ഉണ്ടെന്ന് നോക്കാൻ പോയപ്പോൾ ഇവളെ അടുക്കളയിൽ നിന്ന് പാത്രം മൂറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ചോദിച്ചു, നീ എന്താ അവിടെ വന്ന് നിന്നിട്ട് ഞാൻ ബൈബിൾ വായിക്കണമെങ്കിൽ ഒന്നും ചോദിച്ചില്ല, പ്രാർത്ഥന എത്തിക്കേണ്ടത്? അതിന് ഞാനൊന്നും വന്നില്ലല്ലോ, ഞാൻ വന്നിട്ടേ ഇല്ല അവിടെ ഇരിക്കാൻ, അവിടെ വന്നിട്ടുമില്ല ഇരുന്നിട്ടുമില്ല ഒന്നും അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ അവളെ വിളിച്ചുകൊണ്ട് പോയി കാണിച്ചു, ഇതേ വന്നു, നീ ഇവിടെ അല്ലായിരുന്നേ, കട്ടിലിൻ്റെ ഈ സ്ഥലത്തല്ലേ ഇരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്നിട്ടില്ല, സത്യമായിട്ടും വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എനിക്കൊരു പേടി പോലെ വന്നു, ഒരു തണവ് പോലെയൊക്കെ തോന്നി. അപ്പോൾ ഞാൻ ചോദിച്ചു, മാതാവേ ഉടമ്പടി എടുത്ത് അന്ന് തന്നെ നീനാണോ അത് വന്നത്? ഞാൻ ചോദിച്ച വശം ഞങ്ങളുടെ AC സൈഡിൽ വൈഫിൻ്റെയും മകൻ്റെയും ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അത് 2 കൊല്ലമായിട്ട് അനങ്ങാണ്ടിരിക്കുന്ന ഫോട്ടോയാണ്. ഞാനിത് ചോദിച്ചു, മാതാവ് നീയാണോ വന്നതെന്ന്, ആദ്യത്തെ ദിവസമായിട്ട് ഉടമ്പടി എടുത്ത് അന്ന് നീനാണോ വന്നതെന്ന് ചോദിച്ച വശം ആ ഫോട്ടോ വീണു. ഫോട്ടോ വീണതോട് കൂടിയിട്ട് എനിക്ക് പേടിയോട് കൂടി ഒരു ഇത് അങ്ങനെ ആയിപ്പോയി. ഒരു വിശ്വാസം വരികയും ചെയ്തു. അതാണ് അന്ന് ഉടമ്പടി എടുത്ത ആദ്യത്തെ ദിവസം തന്നെ അങ്ങനെ ആയതുകൊണ്ട് പിന്നെ തൊട്ട് ഞാൻ ബൈബിൾ വായിക്കൽ അരമണിക്കൂറല്ല അതിൽ കൂടുതലാക്കി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. പിന്നെ ഇവളുടെ ഉടമ്പടി, വൈഫിൻ്റെ ഉടമ്പടി കഴിയാറായി, 3 മാസം കഴിയാറായി. അതായത് സെപ്റ്റംബർ 22-ാം തീയതിയാണ് കഴിയണത്. അപ്പോൾ സെപ്റ്റംബർ 16-ാം തീയതി ഇവൾ പറയണം എന്നോട്, 22-ാം തീയതി ഞാൻ എൻ്റെ ഉടമ്പടി അവസാനിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ടെൻഷൻ അടിക്കണ്ട, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനും നശിപ്പിക്കാനും ഒരു സെക്കൻഡ് പോലും ആവശ്യമില്ലാത്ത അവർക്ക് എല്ലാം സാധ്യമാണ്. ഈ നിയമങ്ങൾ മാറ്റാനും മറയ്ക്കാനൊക്കെ അവർക്ക് പറ്റും, നീ പേടിക്കേണ്ടെന്ന് പറഞ്ഞു. 16-ാം തീയതി 18-ാം തീയതി കാലത്ത് ഒരു മെസ്സേജ് വരാണ്. ഇവളുടെ ഹെഡ് നേഴ്സ് കല ഇവൾക്ക് മെസ്സേജ് അയച്ചത്, ഇങ്ങനെ ഹുറൂബുള്ളവർക്കെല്ലാം ഹുറൂബ് സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അത് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. 18-ാം തീയതി ഞങ്ങൾ പോയി ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്യാൻ ഓഫീസിൽ പോയപ്പോൾ ഒരു ചേച്ചിയുടെ കയ്യിൽ നിന്ന് കുറച്ച് ഉപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. വെഞ്ചരിച്ച ഉപ്പ്, മാതാവിൻ്റെ വെഞ്ചരിച്ച ഉപ്പ് തന്നിട്ടുണ്ടായിരുന്നു. ആ വെഞ്ചരിച്ച ഉപ്പ് അവിടെ കൊണ്ടുപോയി കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു, വെച്ചില്ല. എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ ആ സൗദിയായിരുന്നു. സൗദി പറഞ്ഞു, ഇപ്പോൾ കാലത്തോട്ട് ഫയലൊന്നും ഓപ്പൺ ആവണില്ല, നിങ്ങൾ വെയിറ്റ് ചെക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ ഡിപ്രഷനായി. ഞാൻ എൻ്റെ കയ്യിലുള്ള ഉപ്പ് ആ മേശാമ വെച്ചിട്ട് മാതാവിനോട് പറഞ്ഞു, ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഉപ്പ് അവിടെ വെച്ചിട്ട് അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ഇരുന്നു. ഞങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് അവിടെ ഇരിക്കുകയാണ് ഞാനും വൈഫും. അരമണിക്കൂറായില്ല, അതിനു മുമ്പ് വിളിച്ചു, ആ സൗദി വിളിച്ചിട്ട്, ഡിനോൺ ആക്സസ് ആവുന്നുണ്ട്, നിങ്ങളുടെ അക്കൗണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും, 80% ഇപ്പോൾ ചേഞ്ച് ചെയ്തു, ഇനി 20% കൂടി ചേഞ്ച് ചെയ്യുള്ളൂ, 20% ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്പോൺസറിന് കിട്ടണം, ഇമ്മീഡിയറ്റ് സ്പോൺസർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കൊരു ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആളുടെ കമ്പനിയിൽ ഒരു സ്പോൺസറുണ്ട്, ആൾ വെച്ചിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ സന്തോഷത്തിൽ ആ ചേട്ടനെ വിളിച്ചു. ആ ചേട്ടൻ പറഞ്ഞു, ഇപ്പോൾ ആ സ്പോൺസർ സമ്മതിക്കണില്ല, വീണ്ടും പരീക്ഷണങ്ങളാണല്ലോ എന്ന് പറഞ്ഞു. മാതാവിനോട് ഞാനിങ്ങനെ പറഞ്ഞു, എല്ലാം ശരിയായി, അവസാന നിമിഷത്ത് വീണ്ടും സ്പോൺസർ ഇല്ല എന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. അന്ന് അതിൻ്റെ അടുത്ത ദിവസം 21-ാം തീയതി ഒരു സൗദീനെ പോയി കാണാൻ പറഞ്ഞു. ആ സൗദീനെ പോയി കണ്ടു. സൗദി പറഞ്ഞു, ചെയ്യാം, നമുക്ക് എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 22-ാം തീയതി ഇവളുടെ അവസാനിക്കുന്നതിൻ്റെ അന്ന് ഉടമ്പടി, ഓൺലൈൻ ഉടമ്പടി അവസാനിക്കുന്നതിൻ്റെ അന്ന് എൻ്റെ ഹുറൂബ് സ്റ്റാറ്റസ് നീക്കുകയും ആ സൗദി തന്നെ ഇക്കാമ റിന്യൂവൽ ചെയ്യുകയും ഒരു ബിസിനസ് ഓഫർ വയ്ക്കുകയും ബിസിനസ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ട് എല്ലാം ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. തിരിച്ച് പുതിയൊരു ജോലിക്കും കയറി, വേറൊരു ജോലിക്കും കയറിയിട്ട് 1-ാം തീയതി തൊട്ടിട്ട് അവിടെ ജോയിൻ ചെയ്യാനും പോവാണ്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് നന്ദി. കാരുണ്യ പ്രവൃത്തികളായിട്ട് കൃപാസനത്തിൻ്റെ ഉടമ്പടി ഞാൻ ഓൺലൈനിലായതുകൊണ്ട് പത്രങ്ങളൊന്നും ഞങ്ങൾക്ക് ഇല്ല, സൗദിയിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ
ആൾക്കാർക്ക് പൈസയായിട്ട് ഉണ്ടായിരുന്ന സമയത്തൊക്കെ എന്തെങ്കിലും സഹായം, പൈസ മാത്രമല്ലാതെ എന്നെ കൊണ്ട് അവർ ചോദിക്കണ എന്തെങ്കിലും ഈ പാവപ്പെട്ടവറ്റങ്ങൾ ഈ നെറ്റ്വർക്കിങ്ങിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും സംശയങ്ങളായിട്ട് ചോദിച്ചു വരുന്ന അവർക്ക് ഇഷ്യൂസ് ഉള്ളത്, ഈ കാമയുടെ പ്രശ്നങ്ങൾ, അങ്ങനെ വരുന്നവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. കാരണം എനിക്ക് ഈ 1.5 കൊല്ലമായിട്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അറിയുന്നതുകൊണ്ട് ഇന്ന ഏജൻസിയിൽ പോകൂ എന്നാൽ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, അവരെ സഹായിക്കാറുണ്ടായിരുന്നു. പിന്നെ ഭക്ഷണം അങ്ങനെ അവിടെ കൊടുക്കാൻ പറ്റില്ല സൗദി അറേബ്യയിലായതുകൊണ്ട്. പക്ഷേ ഞങ്ങളിവിടെ ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഈ പത്രങ്ങളെല്ലാം കൊടുത്ത് അവസാനിപ്പിച്ചിട്ട് പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും സഹായം ചെയ്തിട്ട് തിരിച്ചു പോകും. ഇപ്പോൾ വന്നത് 10 ദിവസത്തിന് വേണ്ടിയിട്ടാണ് വന്നത്. ഈ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമായിട്ട് വന്നിട്ടുള്ളതാണ്. ഇത് ഞങ്ങൾ എന്ന് അറിഞ്ഞു അന്ന് തൊട്ട് ഞങ്ങൾ ഇറച്ചി, മീൻ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉപേക്ഷിച്ച് ഇന്ന് ഉപവാസമാണ്. ഒന്നും കഴിച്ചിട്ടില്ല കാലത്തോട്ട്. അപ്പോൾ സിസ്റ്ററൊക്കെ പറഞ്ഞു കഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വെള്ളം കുടിച്ചിട്ടൊക്കെ ഇരിക്കുന്നത്, കഴിച്ചിട്ടില്ല, ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം വേണം അങ്ങനെ ഇരിക്കാൻ. അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും നന്ദി. 94-ാം സങ്കീർത്തനം 18-ഉം 19-ഉം തിരുവചനങ്ങൾ. എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവ് അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. ഡിനോനും അനീഷയും കൂടി വന്ന മനോഹരമായ നമ്മയെല്ലാം വളരെ ചിന്തിപ്പിക്കുന്നൊരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഇവരേറ്റു പറഞ്ഞത്. സങ്കടങ്ങളുടെ കാലത്ത് ഇവർ രണ്ടുപേരും കൂടി എടുത്ത ഒരു വലിയ തീരുമാനമാണ് ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാമെന്നുള്ളത്. ഓൺലൈൻ ഉടമ്പടി ആയാലും തീർത്ഥാടക ഉടമ്പടി ആയാലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും സാമീപ്യവും നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതിൻ്റെ വളരെ ഒരു വലിയ തെളിവാണ്. എല്ലാ കാലങ്ങളിലും ഏതൊക്കെ മക്കളാണ് ഉടമ്പടി എടുത്ത് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും എടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള അവർക്കെല്ലാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ലഭിക്കുന്നു. അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ അതിനപ്പുറം പരിശുദ്ധ അമ്മ നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരമ്മയാണെന്ന് നമുക്ക് വളരെ ഉറപ്പു നൽകുന്ന കാര്യങ്ങളാണിത്. സൗദിയിൽ ഒരു 8 വർഷം ജോലി ചെയ്തു കഴിഞ്ഞ് 15 ദിവസത്തോളം വർക്കിന് പോകാതിരുന്ന് അത് കഴിഞ്ഞ് വീണ്ടും ഒരു 1.5 മാസം വർക്ക് ബാൻ ചെയ്ത ഒരു വലിയൊരു അവസ്ഥയിൽ നിന്നും ഈ മകനെ പരിശുദ്ധ അമ്മ രക്ഷിക്കുകയും ഈശോയുടെ വലിയ തിരുരക്തത്താൽ വീണ്ടെടുക്കുകയും ചെയ്ത ഒരു വലിയ സാക്ഷ്യമാണ് നാം കേട്ടത്. 1.5 വർഷം ഒരു ജോലിയില്ല എന്ന് പറയുന്ന ഒരു വലിയ അൺസർട്ടനിറ്റി പീരീഡാണ്. അവർ 1-ാം തീയതി സെപ്റ്റംബർ 1-ന് ഓൺലൈൻ ഉടമ്പടി എടുത്ത് 22-ാം തീയതിയാണ് 10:30 മണിക്ക് പരിശുദ്ധ അമ്മയുടെ സാമീപ്യം നൽകി വളരെ പെട്ടെന്ന് അവർക്ക് സ്പോൺസറെ കിട്ടുകയും അവർക്ക് വർക്ക് ബാൻ നീക്കം ചെയ്യുകയും അവർക്ക് വീണ്ടും സൗദിയിൽ നല്ലൊരു ജോലിയിൽ പ്രവേശിക്കാനൊക്കെയുള്ള വലിയ സാധ്യതകളുണ്ടായത്. നമ്മൾ എവിടെയായിരുന്നാലും ഉടമ്പടി എന്ന് പറയുന്നത് ഒരു വലിയ സാധ്യതയാണ്. ഉടമ്പടി എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഇന്ന് ഓരോ തങ്ങളുടെ തന്നെ നിർവചനങ്ങളാണ്. പരിശുദ്ധ അമ്മയോട് ഈശോയോടും വളരെ വിശ്വസ്തരായിരിക്കാം. പരിശുദ്ധ അമ്മ നമ്മുടെ അടുത്ത് വന്നിരുന്ന ഇദ്ദേഹത്തിൻ്റെ ഡിനോൻ്റെ അടുത്ത് വന്നിരുന്ന ഒരു വലിയ സാക്ഷ്യമായിരുന്നു അത്. എനിക്ക് വളരെ ആശങ്കയും അതുപോലെ തന്നെ വളരെ എക്സൈറ്റ്മെൻറ്റും തോന്നിയ ഒരു അനുഭവം. കാരണം എൻ്റെ അടുത്ത് വന്നിരുന്ന വ്യക്തിയെ പെട്ടെന്ന് കാണാനില്ല എന്നൊക്കെ പറയുന്നത് പരിശുദ്ധ അമ്മ തന്നെയാണ്. ഒരുപാട് ടൈപ്പ് ഓഫ് പ്രസൻസ് നമുക്കിന്ന് കേൾക്കാനായിട്ട് സാധിക്കും. നാം എപ്പോഴെല്ലാം ഉടമ്പടി സാക്ഷ്യത്തിന് റെഡിയാകുന്നു, ഞാൻ പ്രത്യക്ഷീകരണ സാക്ഷിയാകാമെന്ന് നാം ഒരു പ്രാവശ്യം മനസ്സിൽ ഉരുവിടുന്നതിന് മുൻപ് തന്നെ നമ്മളുടെ കാര്യങ്ങളെല്ലാം സാധിക്കുന്നു. നാം ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഓഫ്ലൈൻ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ നമ്മൾ അവിടെ എല്ലാ കാര്യങ്ങളും അവസാനിക്കുന്നില്ല. നാം പുതിയതായി നിത്യതയിലേക്ക് പ്രവേശിക്കാനുള്ള നമ്മുടെ പ്രയാണം തുടങ്ങുകയാണ്. അനീഷയ്ക്കും ഡിനോനും അവരുടെ ജീവിത പ്രതിസന്ധിയിൽ പരിശുദ്ധ അമ്മ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുകയാണ്. എൻ്റെ പേര് സുരേഷ്. ഞാൻ പത്തനംതിട്ട ജില്ല അടൂരിൽ നിന്ന് വരുന്നു. എൻ്റെ വിഷയം, ഞാൻ 12/5/2025 ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ വിഷയം, എൻ്റെ വലത്തെ കാലിന് അതിയായ വേദനയുണ്ടായി. ആ വേദന ആശുപത്രിയിൽ കൊണ്ട് കാണിച്ചപ്പോൾ ഇത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ ട്രീറ്റ്മെൻറ്റിൽ ഓപ്പറേഷൻ ചെയ്തു. അത് 30 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അതിയായ വേദനയുണ്ടായി. അത് വീണ്ടും ആശുപത്രിയിൽ കൊണ്ട് കാണിച്ചപ്പോൾ അത് വീണ്ടും ഓപ്പറേഷൻ ചെയ്തു. അങ്ങനെ ആ മുറിവ് ഭയങ്കര മുറിവായതുകൊണ്ട് ആ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് തന്ന അമ്മ
എനിക്ക് ഒരു പത്രം കൊണ്ട് തന്നു. അങ്ങനെ ഞാൻ ആ പത്രം കൊണ്ടുപോയി വായിക്കുകയും അങ്ങനെ അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞിരുന്നു, ഈ മുറിവ് നിങ്ങൾ ഇനി ആശുപത്രിയിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മതി, നിങ്ങളുടെ വീട്ടിൽ വെച്ചൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആശുപത്രിയിൽ ഒരു ഫിസിഷ്യൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഈ മുറിവ് കാണിക്കുകയും പുള്ളി എന്നോട് പറഞ്ഞു, ഇത് എനിക്ക് വിശദമായിട്ട് നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ മുറിവ് നോക്കിയിട്ട് പുള്ളി പറഞ്ഞു, ഇത് പഴുപ്പ് വീണ്ടും കയറുകയാണ്, അതുകൊണ്ട് ഇതിവിടെ പറ്റത്തില്ല. കുളനട എന്ന് പറയുന്ന ആശുപത്രിയിൽ കൊണ്ടുപോയി ഇത് വിദഗ്ധമായ രീതിയിൽ നല്ല രീതിയിൽ കൂടി ഇത് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ഈ കാലിൻ്റെ ഉപ്പൂറ്റി മുറിച്ച് മാറ്റേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വളരെ വിഷമസ്ഥിതിയിലായി. അങ്ങനെ ഞാൻ ഈ പത്രം വായിച്ചു. എൻ്റെ ഭാര്യയോട് ഞാൻ ആശുപത്രിയിൽ നിന്ന് തിരിച്ച് എന്ന് പറഞ്ഞു. കൃപാസന പത്രം വായിച്ചിട്ട് ഞാൻ സ്ഥിരം വായിക്കുമായിരുന്നു. 2 ദിവസം വായിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇനി ആശുപത്രിയിൽ പോകുന്നില്ല. എന്നോട് ചോദിച്ചു, ഇനി എന്തുവാ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് പോവുക. ഞാൻ ആദ്യം കേൾക്കുക ഈ അമ്മ മാതാവെന്നും കൃപാസനമെന്നും ഞാൻ ആദ്യം കേൾക്കുകയാണ്. അപ്പം ഞാൻ പറയുകയാണ്, ഞാൻ ഇനി ഈ കൃപാസന അമ്മയുടെ അടുത്ത് പോവുക, എനിക്ക് അമ്മ തരും എന്ന് പറഞ്ഞു. ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. ഞാൻ ആ നീര് വന്ന ഈ വളരെ ഭയങ്കര മുറിവുമായിട്ട് ഞാൻ വെളുപ്പിനെ 4 മണിക്ക്, ഞായറാഴ്ച വെളുപ്പിനെ 4 മണിക്ക് ഇറങ്ങി വണ്ടി ഓടിച്ച് ആദിക്കാട്ടുകുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വണ്ടി ഓടിക്കാൻ വയ്യ. ഞാൻ വണ്ടിയിൽ കയറി അങ്ങിരുന്ന് വണ്ടി നിർത്തിയിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, എന്നെ അങ്ങ് കൊണ്ടുപോകത്തില്ലയോ? 10 മിനിറ്റ് അവിടെ ഇരുന്നു. ഞാൻ വളരെ പതുക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ വണ്ടിയിൽ കണ്ണടച്ചിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എങ്ങനെങ്ങി വന്നെന്നറിയത്തില്ല. 7 മണിയായപ്പോൾ കൃപാസനത്തിൻ്റെ പടിക്ക വന്നു. അങ്ങനെ ഞാൻ ഇവിടെ എൻ്റെ ഭാര്യയുടെ തോളൽ പിടിച്ച് ഒരൊറ്റക്കാലം ഞൊണ്ടി ഇവിടെ വന്നു. ഉടമ്പടി എന്തുവാണെന്നറിയത്തില്ല, യാതാലൊന്നും എനിക്കറിയത്തില്ല. ഞാനിവിടെ വന്നു. അങ്ങനെ ഞാൻ ഉടമ്പടിയിലേക്ക് മാറി. ഉടമ്പടി എടുക്കാനുള്ള അവസരം എനിക്കിവിടെ ഒരുങ്ങി. ഉടമ്പടി എടുത്ത് താഴെ വന്നപ്പോൾ എനിക്ക് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ ഒന്ന് കാണണമെന്ന് തോന്നി. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് മൊത്തം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാനൊന്നുമില്ലാതാണ് വന്നേ. പക്ഷേ ഞാൻ ബഹുമാനപ്പെട്ട സൂപ്രണ്ട് അച്ചായൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് പറഞ്ഞു. അവിടെ നിന്നൊരമ്മ, എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല, അത് കൊടുക്കാനോ വല്ലതായിരിക്കും പറഞ്ഞത്, അപ്പോഴേ എനിക്ക് എഴുതി തന്നു. ഞാൻ അതുകൊണ്ട് നേരെ ക്യൂവിൽ നിന്നില്ല, ഇവിടെ വന്നു. ഇവിടെ വന്ന് ഈ പൈപ്പിൽ പിടിച്ച് നിന്നപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഓടി വന്ന് എൻ്റെ കയ്യിൽ നിന്ന് കുറിപ്പ് വാങ്ങിച്ച് എൻ്റെ തലയിൽ കൈവച്ച് അവിടെ പ്രാർത്ഥിച്ചു. തിരിച്ചു വന്ന് എൻ്റെ തലയിൽ കൈവച്ചു. അച്ഛൻ ഇരുന്ന് എൻ്റെ കാലിൽ ഒരു 2 മിനിറ്റോളം അച്ഛൻ പ്രാർത്ഥിച്ചു. അച്ഛനൊന്നും എന്നോട് പറഞ്ഞില്ല. ഞാൻ ഇറങ്ങി വെളിയിൽ പോയി. അങ്ങനെ വീട്ടിൽ ചെന്നു. പിറ്റേ ദിവസം ഞാൻ ഒരാശുപത്രിയിൽ പോയി. ഇത് ഡ്രസ്സിങ്ങിന് ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് കെട്ടഴിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഈ മുറിവിന് എന്തെങ്കിലും പഴുപ്പോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് വേദനയൊന്നുമില്ല. അപ്പം ആ സിസ്റ്റർമാർ ചെന്ന് ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്നു. ഇത് ലൈറ്റ് അടിച്ചാലേ ഈ മുറിവിന് അകം കാണത്തുള്ളൂ. അങ്ങനെ അത് കണ്ട് ആ ഡോക്ടർ പറഞ്ഞു, ഈ കാലിന് പഴുപ്പില്ല, ഈ കാല് കരിയാൻ തുടങ്ങി, നിങ്ങൾ ഇത് സൂക്ഷിച്ച് അങ്ങ് കൊണ്ട് നടന്നാൽ മതി. ഞാൻ പിന്നെ മരുന്നിന് പോയില്ല. ഞാൻ ഇവിടുന്ന് കിട്ടിയ വെഞ്ചരിച്ച തേനും ഉപ്പും കഴിക്കും. എൻ്റെ കാലിൽ എന്നും രാവിലെയും വൈകിട്ടും ഞാൻ തിരി കത്തിക്കുമ്പോൾ എൻ്റെ കാലിൽ ഞാൻ ഇത് പുരട്ടും, കുരിശ് വരയ്ക്കും. അങ്ങനെ ഈ മുറിവ് കരിഞ്ഞു. ഞാനിപ്പോൾ കാല് കുത്തി ജോലിക്കൊക്കെ പോകുന്നുണ്ട്. എനിക്കൊരു കുഴപ്പവുമില്ല. പിന്നെ ആദ്യത്തെ പ്രാവശ്യം ഉടമ്പടി എടുത്ത് ചെന്ന് 3-ാമത്തെ ദിവസം എൻ്റെ അടുത്ത് ഞാൻ രാത്രിയിൽ കിടന്നപ്പോൾ എൻ്റെ അരികിൽ ഒരമ്മ പ്രത്യക്ഷപ്പെട്ടു. ജീവനോട് ഞാൻ കണ്ടതാണ്. ഒരു കറുത്ത അമ്മയാണ്. കണ്ണും കയ്യിലാണ് കൊടുത്തേക്കുന്നത്. ചുമപ്പും മഞ്ഞയും വെളുപ്പും കൂടെ കലർന്നൊരു ബ്ലൗസാണ് ഇട്ടേക്കുന്നത്. മുടി അഴിഞ്ഞു കിടക്കുക. എൻ്റെ അരികിൽ വന്ന് എൻ്റെ കാൽക്കലിരുന്ന്
എൻ്റെ പുതപ്പ് കാലയിൽ, എൻ്റെ വലത്തെ കാലയിലെ പുതപ്പ് മാറ്റി എൻ്റെ കാലിൽ അമ്മ പിടിച്ചു. ഞാനത് കണ്ടു. ഞാൻ കരഞ്ഞതല്ലാതെ ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. എൻ്റെ അമ്മ വന്ന് എന്നെ കണ്ടു, എനിക്ക് സുഖം പ്രാപിച്ചു. അന്ന് എനിക്ക് സുഖമായി. അന്ന് തൊട്ട് എനിക്ക് കുഴപ്പമില്ല. രണ്ടാമത്തെ ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ ചെന്ന് അന്നേരം ഞാൻ സമയം നോക്കിയപ്പോൾ, ആദ്യത്തെ പ്രാവശ്യം സമയം നോക്കിയപ്പോൾ സമയം 12:30. പിന്നെ രണ്ടാമത്തെ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ മൂന്നാമത്തെ ദിവസം എൻ്റെ അരികിൽ അമ്മ, തിരുക്കുമാരൻ, ഞാൻ എൻ്റെ ചേട്ടനെന്നാണ് ഇപ്പോൾ പറയുന്നത്, എൻ്റെ അമ്മയും എൻ്റെ ചേട്ടനും എന്നെ കാണാൻ വന്നു. എൻ്റെ അരികിൽ വന്നു. ഞാൻ ഇന്നിച്ച് എൻ്റെ കട്ടിലിരുന്നു. അമ്മയെന്ന് വിളിച്ചു. അമ്മ പുറമോട്ട് മാറി. ഞാൻ വീണ്ടും അമ്മയെന്ന് വിളിച്ചു. അമ്മ പറന്നുയർന്ന് ആ ഫാൻ്റെ ഒപ്പം അമ്മ ഇങ്ങനെ പറന്ന് നിന്നു. കരഞ്ഞതല്ലാതെ ഒന്നും ചെയ്തില്ല. അപ്പോൾ അമ്മ മറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും കിടന്നു. വീണ്ടും ഭയങ്കര കാറ്റ്, ആ റൂമിനകത്തിൽ ഭയങ്കര കാറ്റ്. 3 കർട്ടൻ ഉണ്ട്. ആ 3 കർട്ടനും വന്ന് റൂമിൻ്റെ നടുഭാഗത്ത് സെൻട്രലായി. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ വലത്ത് സൈഡിൽ അമ്മ വീണ്ടും നിൽക്കുന്നു. അമ്മയുണ്ട്, എൻ്റെ ചേട്ടനുമുണ്ട്. മറഞ്ഞു. അങ്ങനെ ഞാൻ നേരിട്ട് എൻ്റെ അമ്മയും എൻ്റെ ചേട്ടനായ എൻ്റെ ക്രിസ്തുവിനെ ഞാൻ കണ്ടു, നേരിൽ കണ്ടു. എനിക്ക് അനുഗ്രഹം കിട്ടി. എനിക്കിനി ഇത് കൂടുതൽ യാതൊന്നും സാധിക്കാനില്ല. സാക്ഷ്യം, ഇതെൻ്റെ സാക്ഷ്യം. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്, പത്രം വാങ്ങിച്ച് ഞാൻ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഇവിടുന്ന് പോകുമ്പോൾ കൊണ്ട് കൊടുക്കും. രോഗികളെ കണ്ട് അവർക്ക് പ്രാർത്ഥിച്ചു കൊടുക്കും. ഞാൻ ഊണൊന്നും ആർക്കും വാങ്ങിച്ചു കൊടുക്കുന്നില്ല. ഞാൻ അവിടെ രോഗിയൊക്കെ കൊണ്ടിരുന്ന ഓരോ പൊതി ഞാനും എൻ്റെ ഭാര്യയും വാങ്ങിച്ച് അവിടെ ഇരുന്ന് കഴിക്കും. ഞങ്ങൾക്ക് വിളമ്പി തരുന്നത് ഞങ്ങളുടെ അമ്മയാണ്. എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട്. എനിക്ക് ഊണ് അമ്മ അവിടെ നിന്ന് വാങ്ങിച്ചു തരും. ഞങ്ങൾ കഴിച്ചു. എനിക്ക് വിളമ്പി തരും. എൻ്റെ അമ്മ എന്നെ വീട്ടിൽ കൊണ്ടുവിടും. എനിക്കിത് കൂടുതൽ എന്ത് വേണം? എനിക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ ഒരു ദിവസം മൊത്തം പറഞ്ഞാൽ തീരാത്തതുപോലെ എൻ്റെ അമ്മയും എൻ്റെ ചേട്ടനും എനിക്ക് അനുഗ്രഹങ്ങൾ വാരിക്കോരി തരിക. ഞാനിപ്പോൾ എൻ്റെ കാല് പോകേണ്ടതാണ്. എൻ്റെ കാല് കുത്തി ഞാൻ നടക്കുന്നു, പണി ചെയ്യുന്നു. എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഞാൻ ഇന്നലെയാണ് എൻ്റെ കാലിൻ്റെ പൊതിച്ചിലഴിച്ചത്. ഞാൻ അത് ഇൻസ്പെക്ഷൻ ആകുമെന്നും ചൊല്ലിയാണ് നടന്നത്. പക്ഷേ ഒന്നുമില്ല. ഇന്നലെ ഞാൻ അമ്മയോട് പറഞ്ഞ് ഞാൻ സാക്ഷ്യം പറയാൻ എനിക്ക് പോകണം. എനിക്ക് വീട്ടിലെന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ വീട്ടിൽ എനിക്ക് പോകണമെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ എന്നെ വീട്ടിൽ വന്ന് ഇങ്ങ് കൊണ്ടുവന്ന് വേണമെന്നതല്ല. എനിക്കിവിടെ വന്നു കഴിയുമ്പോൾ വലിയ സ്വാധീനമാണ്. അമ്മ എന്നെ എല്ലാം കൊണ്ട് നടന്ന് എല്ലാം സാധിച്ചിട്ടാണ് എന്നെ വീട്ടിൽ കൊണ്ടുവിടുന്നത്. എൻ്റെ വീട്ടിലുണ്ട് എൻ്റെ അമ്മ, എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ, എൻ്റെ ഭാര്യയുടെ കൂടെ, ഈ ലോകം മക്കളുടെ കൂടെ എല്ലാം ഉണ്ട്. എല്ലാത്തിനും അമ്മ മാതാവ്, തിരുക്കുമാരൻ, 1000 നന്ദി, കോടാനുകോടി നന്ദി. ഇനിയും ഞാൻ വരും. എൻ്റെ ഈ ജന്മം ബാക്കിയുള്ളതും എൻ്റെ അമ്മയുടെ കൂടെ ജീവിക്കാൻ എനിക്ക് ആഗ്രഹം. അടുത്തൊരു ജന്മം മനുഷ്യ ജന്മമാണെങ്കിൽ ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ എനിക്ക് ജീവിച്ചാൽ മതി. എനിക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാകണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 145, 18, 19 തിരുവചനങ്ങൾ. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. സുരേഷ് എന്ന ഈ അക്രൈസ്തവ സഹോദരൻ എത്ര ഹൃദയത്തിൽ അമ്മ മാതാവിനെയും ഈശോയെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ സാക്ഷ്യം നമ്മോട് പങ്കുവച്ചതെന്ന് നാം കേൾക്കുകയായിരുന്നു. ജീവിതം ആകെ ക്ലേശപൂർണമായ അവസരത്തിൽ ഒരു കാല് മുറിച്ചു കളയേണ്ടി വരും എന്ന രോഗപീഠകളുടെ ദിവസങ്ങളിലാണ് കൃപാസനം പത്രം കിട്ടി സാക്ഷ്യങ്ങൾ വായിച്ച് അമ്മ മാതാവിനെക്കുറിച്ച് ആദ്യമായി അറിഞ്ഞ് വീട്ടിൽ പറഞ്ഞ് കൃപാസനത്തിലേക്ക് വരുന്നത്. കണ്ണീരോടെ പൂർണ്ണമായ ശരണത്തോടെ അമ്മയുടെ അരികിലെത്തി ജീവിതം കൊടുക്കുന്നതാണ് സഹോദരൻ സാക്ഷ്യപ്പെടുത്തിയത്. സഹോദരൻ പറഞ്ഞു, ജോസഫച്ചനെ കാണുവാനായി ടോക്കണുമായി നിൽക്കുമ്പോൾ അച്ഛൻ 2 മിനിറ്റോളം മകൻ്റെ കാലിൽ തൈലം പൂശി അച്ഛനുള്ള പ്രാർത്ഥനാവരത്തിൽ
മകൻ്റെ കാലിൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടി, മുറിച്ചു കളയണമെന്ന് എല്ലാവരും പറഞ്ഞ കാലിൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടി തുടർച്ചയായി പ്രാർത്ഥിച്ചതിനെക്കുറിച്ച്, അന്നു മുതൽ പഴുപ്പ് വറ്റി രക്തോട്ടം തുടങ്ങി, കാലിന് ബലം പ്രാപിച്ചു തുടങ്ങി എന്ന എല്ലാ ജോലികളും ചെയ്യുവാനാവും വിധം അത്ഭുതകരമായി പൂർണ്ണ രോഗസൗഖ്യം നൽകി സഹോദരനെ അനുഗ്രഹിച്ചതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുകയാണ്. മരുന്നിനപ്പുറം ദൈവത്തിന് ശക്തിയുണ്ടെന്ന്, മനുഷ്യൻ കാണുന്നതിനപ്പുറം ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് സഹോദരൻ വാക്കുകളിലൂടെ നമ്മോട് പങ്കുവയ്ക്കുകയാണ്. ആ സൗഖ്യത്തെക്കാൾ ഉപരി സഹോദരൻ്റെ വാക്കുകളിൽ നാം കണ്ടത് മുഴുവനും അമ്മ മാതാവിനോടുള്ള തിഷ്ടമായ സ്നേഹവും ഈശോയോടുള്ള ആ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടുള്ള ജീവിതവുമാണ്. അമ്മയുടെ സാന്നിധ്യം മകൻ അനുഭവിക്കുന്നത്, ഓരോ നിമിഷവും അമ്മ കരം പിടിച്ചു നടത്തുന്നത്, അമ്മയുടെ നിരന്തരമായ സന്ദർശനങ്ങളും അമ്മ കാലിൽ തൊട്ട് സൗഖ്യപ്പെടുത്തുന്നതും ഏറ്റവും എളിമയോടെ തിരിച്ചറിഞ്ഞ് അമ്മയുടെ പ്രേക്ഷിതനായി മകനായി ജീവിതത്തെ വിട്ടുകൊടുത്തുകൊണ്ട് പൂർണ്ണമായും പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ജീവിക്കുവാൻ തനിക്കുള്ള സന്നദ്ധത സഹോദരൻ ഈ എൽത്താരയിൽ ഏറ്റുപറയുന്നു. പ്രിയമുള്ളവരെ, ഉടമ്പടി നമുക്ക് ജീവിതമാകുമ്പോൾ, ജീവശ്വാസമാകുമ്പോൾ അമ്മ മാതാവിൻ്റെയും ഈശോയുടെയും നിരന്തരമായ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് കേവല നന്മകൾക്കപ്പുറം ആത്മാവിനെ തന്നെ നിരന്തരം ഈശോയ്ക്ക് കൊടുക്കുവാൻ പറ്റും വിധം നമ്മുടെ ജീവിതത്തിന് കൂടുതൽ പ്രകാശവും കൂടുതൽ ആത്മധൈര്യവും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനെയാണ് സഹോദരൻ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തിയത്. എൻ്റെ ഈശോയും എൻ്റെ അമ്മ മാതാവും നിരന്തരം എൻ്റെ ഒപ്പം സാന്നിധ്യം കൊണ്ട് സഹായിക്കുകയും എൻ്റെ ജീവിതത്തെ സംരക്ഷിക്കുകയും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എന്നെ സഹായിക്കുകയും ചെയ്യുന്നുവെന്ന്. നമ്മൾ ഏതൊരു ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിലും പൂർണ്ണമായ ശരണത്തോടെ കൃപാസനം ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവിനെ വിളിച്ചു പ്രാർത്ഥിക്കാം. കൂടെ വന്ന് ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്ത് ആരൊക്കെ എഴുതിത്തള്ളിയതും അമ്മ ചേർത്ത് പിടിച്ച് അനുഗ്രഹമാക്കി നമ്മളെ ചുവടുറപ്പിച്ച് ജീവിക്കുവാൻ സഹായിച്ചു കൊണ്ടിരിക്കും. ഈ കുടുംബത്തിന് ലഭിച്ച ആത്മീയ ബോധ്യങ്ങൾക്കും ഈ രോഗസൗഖ്യത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധ അമ്മ മാതാവ് ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിൽക്കാനായിട്ട് സഹായിച്ച പരിശുദ്ധ അമ്മ മാതാവിനും ഈശോപ്പയ്ക്കും കോടാനുകൂടി നന്ദി. എൻ്റെ പേര് ജൂലി സെബാസ്റ്റ്യൻ. ഞാൻ തൃശ്ശൂരിൽ നിന്ന് സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് സഭാംഗമാണ്. ഞാൻ നേഴ്സായിട്ട് ന്യൂസിലൻഡിലാണ് വർക്ക് ചെയ്യണത്. ഇവിടെ ഞാൻ ഉടമ്പടിയെപ്പറ്റി ഇതെൻ്റെ ഹസ്ബൻഡ് നിതിൻ ആൻഡ് ഇതിൻ്റെ ബേബി അന്ന മരിയ. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ഉടമ്പടിയെപ്പറ്റി കൃപാസനത്തെപ്പറ്റി കേട്ടത് എൻ്റെ മമ്മി പറഞ്ഞിട്ടാണ്. എൻ്റെ മമ്മി 2018 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ബന്ധുമിത്രാദികളൊക്കെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. പരിശുദ്ധ അമ്മയെപ്പറ്റി, അമ്മ മാതാവ് ഒത്തിരിയേറെ മക്കൾക്ക് കൊടുത്ത അനുഗ്രഹങ്ങളെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഓൺലൈൻ ഉടമ്പടി എടുത്ത് സമയത്ത് ഞാൻ കാനഡയ്ക്ക് വേണ്ടി എൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരം ഒത്തിരിയേറെ തടസ്സങ്ങളായിരുന്നു. ഞങ്ങൾ കാനഡ പ്രൊസീജിയർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ ഖത്തറിൽ ഹമദിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് ആ സമയത്ത് നാട്ടിലായിരുന്നു. ഹസ്ബൻഡ് വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുകയുണ്ടായി. പക്ഷേ അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഹസ്ബൻഡിന് സാധിച്ചില്ല. ഹസ്ബൻഡ് ഉടമ്പടി എടുത്തു കഴിഞ്ഞ സമയത്താണ് എനിക്ക് കാനഡയിൽ നിന്നൊരു ന്യൂ ഫോൺലാൻഡിൻ്റെ സബ്മിഷനൊക്കെ കിട്ടിയതും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇനി സബ്മിറ്റ് ചെയ്തു. പക്ഷേ മറ്റുള്ളവർക്കെല്ലാം കിട്ടി കഴിഞ്ഞിട്ടും എനിക്ക് എൻ്റെ പ്രൊസീജിയർ മുന്നോട്ട് പോയില്ല. അപ്പം ഞാനത് വിശ്വസിച്ചു. ഹസ്ബൻഡ് അത് കണ്ടിന്യൂ ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ എല്ലാം സംഭവിച്ചതെന്ന്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ന്യൂസിലൻഡിലേക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ സബ്മിഷൻ കൊടുത്തത്. ന്യൂസിലൻഡിൽ കൊടുത്ത സമയത്ത് അതും ഒത്തിരിയേറെ തടസ്സങ്ങളായിരുന്നു. അപ്പം ഞാൻ ഖത്തറിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായിരുന്നു. ഞങ്ങൾ ബേബിക്ക് വേണ്ടി ഒന്ന് സെറ്റിലായിട്ട് ബേബിനെ നോക്കുന്നുണ്ടായിരുന്നുള്ളൂ.
പക്ഷേ വീട്ടുകാരും നാട്ടുകാരും എല്ലാം ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെ അതിനു വേണ്ടി ട്രൈ ചെയ്തിട്ട് നാച്ചുറലി ബേബി ഉണ്ടാകാത്തൊരവസ്ഥയായി. അങ്ങനെ പല പല ഹോസ്പിറ്റലിൽ കാണിക്കാൻ തുടങ്ങി. അപ്പം ജോബിൻ്റെ കാര്യം ഞങ്ങൾ അവിടെ വെച്ച് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. ഞാൻ ഖത്തറിൽ നിന്ന് റിസൈൻ ചെയ്തു. ജോബിൻ്റെ കാര്യം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് പല പല ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി തുടങ്ങി. പക്ഷേ എല്ലാ ടെസ്റ്റുകളും നോർമലായിരുന്നു, ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് അവർ നിങ്ങൾക്ക് ഇങ്ങനെ വർഷങ്ങൾ നീണ്ടുപോകല്ലേ, നിങ്ങൾ IVF ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അവരത് സജസ്റ്റ് ചെയ്തു. അപ്പം ഞങ്ങൾക്ക് IVF ചെയ്യാനായിട്ട് താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം പരിശുദ്ധ അമ്മ മാതാവും ഈശോയും ഒത്തിരിയേറെ മക്കൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെപ്പറ്റി ഞാനിങ്ങനെ നിരന്തരം യൂട്യൂബിലൊക്കെ ഇങ്ങനെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം പരിശുദ്ധ അമ്മ മാതാവിനും ഈശോയ്ക്കും എല്ലാം സാധ്യമാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് വേറൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാനായിട്ട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം ഞങ്ങൾ അച്ഛനെ കാണാൻ വേണ്ടി തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോഴത്തേക്ക് അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് 42 എന്നൊരു സംഖ്യ പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് 42ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറേ മാസങ്ങളായിട്ട് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് 42 എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ അച്ഛൻ്റെ ഒരു ഉടമ്പടി ധ്യാനം നടക്കുന്നതിന് മുന്നേ ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും ഉടമ്പടി ധ്യാനം കൂടാറുണ്ട്. അന്ന് ഒരു ഉടമ്പടി ധ്യാനം കൂടുന്നതിന് മുന്നേ തന്നെ ഞാൻ ശക്തിയായിട്ട് ഇങ്ങനെ മാതാവിനോട് തീക്ഷ്ണമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ അച്ഛൻ എന്താണ് 42 എന്ന് പറഞ്ഞത് എനിക്ക് എന്തായാലും ഒന്ന് കാണിച്ചു തരണം. അന്ന് ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് സമയത്ത് അച്ഛൻ മറ്റൊരാളുടെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ലൂക്ക 1:42 എന്നിങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ ലൂക്ക 1:42 ഇത് 42 ആണല്ലോ അച്ഛൻ പറയുന്നത്. അപ്പം ഞാൻ ലൂക്ക 1:42 എടുത്ത് വായിച്ചു നോക്കിയപ്പോഴത്തേക്ക് സ്ത്രീകളിൽ നീ അനുഗ്രഹീത, നിൻ്റെ ഉദരഫലവും അനുഗ്രഹിക്കപ്പെട്ടത്, അതാണ് എനിക്ക് ലഭിച്ചത്. അപ്പം ഞാനിങ്ങനെ ഓർത്തിതെന്താണ് ഇങ്ങനെ. അപ്പം ജപമാലയ്ക്കകത്ത് നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി, കർത്താവ് അമ്മയോട് കൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിൻ്റെ ഉദരഫലവും അനുഗ്രഹിക്കപ്പെട്ടത്, അങ്ങനെയാണല്ലോ ചെല്ലുന്നത്. ഞാൻ നിരന്തരം ജപമാല ചൊല്ലി നടക്കുന്ന ആളാണ്. അപ്പം അച്ഛൻ അതിലൂടെ പറഞ്ഞത് ജപമാല ചൊല്ലി ഇങ്ങനെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക, തീർച്ചയായിട്ടും വാവിനെ ലഭിക്കും എന്നാണ്. ദൈവത്തിന് എല്ലാം സാധ്യമാണെന്ന് അതിലൂടെ തെളിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു ട്രീറ്റ്മെൻറ്റും കൂടാതെ പരിശുദ്ധ അമ്മ മാതാവ് ഞങ്ങൾക്ക് ബേബിനെ തന്നു. എല്ലാവരും IVF ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ല, എന്നാലും വർഷങ്ങളായിട്ട് നീണ്ടു പോകുന്നത് കൊണ്ട് IVF ചെയ്യണമെന്ന് പറഞ്ഞ് പലയിടത്തും ഡോക്ടർ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ വിശ്വസിക്കുന്നത് ദൈവമായ കർത്താവിലാണ്, ദൈവമായ കർത്താവിന് എല്ലാം സാധ്യമാണ്. അതുപോലെ തന്നെ ഒരു ട്രീറ്റ്മെൻറ്റും കൂടാതെ തന്നെ പരിശുദ്ധ അമ്മ മാതാവും ഈശോപ്പായും ഞങ്ങൾക്ക് ബേബിനെ നൽകി. ബേബിയുടെ പേര് അന്ന മരിയ എന്നാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത്. 2025 ഒക്ടോബർ 23 ഒക്ടോബർ മാസം ജപമാല മാസത്തിൽ തന്നെയാണ് ഈ ബേബിനെ ഞങ്ങൾക്ക് ലഭിച്ചത്. അത് വളരെ വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു സാക്ഷ്യമാണ് 8 വർഷത്തിന് ശേഷം. അടുത്തതായിട്ട് എനിക്ക് സാക്ഷ്യം പറയാനുള്ളത്, ഞാൻ പറഞ്ഞല്ലോ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നുകൊണ്ട് ഞങ്ങൾ ഖത്തറിൽ നിന്ന് റിസൈൻ ചെയ്ത് നാട്ടിൽ വന്ന് കുറച്ച് കാലം നിന്നായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ന്യൂസിലൻഡ്, UK, അയർലൻഡ് ഇങ്ങനെ ഓരോരോ സ്ഥലത്തും അപ്ലൈ ചെയ്തു. എനിക്ക് എല്ലാ സ്ഥലത്തു നിന്നും ഓഫർ ലെറ്റർ വന്നു. കാനഡയുടെ പ്രൊസീജിയർ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തായിരുന്നു. അപ്പം ബേബിയുടെ കാര്യം വന്നുകൊണ്ട് അപ്പം ന്യൂസിലൻഡിൻ്റെ പ്രൊസീജിയർ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ന്യൂസിലൻഡിൻ്റെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് വിസയ്ക്ക് ഒത്തിരിയേറെ തടസ്സമുണ്ടായി. വിസയ്ക്ക് ഞാൻ കമ്പ്യൂട്ടറൈസ്ഡ് OET എക്സാമാണ് എഴുതിയത്. അപ്പോൾ ഇമിഗ്രേഷൻകാർ അവിടെ നിന്ന് നോക്കുമ്പോൾ അവർക്ക് കമ്പ്യൂട്ടറിനകത്ത് റിസൾട്ട് കാണാൻ പറ്റുന്നില്ല, അവർക്ക് വിസ അപ്രൂവ് ചെയ്യാൻ പറ്റണില്ല. അങ്ങനെ ഞാൻ ഓസ്ട്രേലിയൻ OET ക്ലബിൽ അവിടെ എല്ലാ ഹബിലും വിളിച്ചു, ഞാൻ എക്സാം സെൻറ്ററിൽ വിളിച്ചു, ഒന്നും ഫലവത്തായില്ല. അതേപോലെ തന്നെ ഞാൻ ആ സമയത്ത് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ഒരു ടൈമിൽ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, അച്ഛാ ഇതുപോലെ ദൈവമേ എനിക്ക് ഇതിൻ്റെ ഒരു ഡിലേ എന്താണ് ഇതിൻ്റെ തടസ്സം, അത് മാറ്റി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അതൊരു ഡിസംബർ 8 ചൊവ്വാഴ്ചയായിരുന്നു. എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളാണ്. അത് വളരെയേറെ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു എനിക്ക്. അന്ന് ഞാൻ ഡിസംബർ 8, 2023 ഇങ്ങനെ
കൂടിക്കൊണ്ടിരിക്കുകയാണ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം. അന്ന് അച്ഛൻ എന്നത്ത് പറയുകയാണ് ഡിസംബർ 10 ഡേറ്റ് പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ 10 എന്നുള്ള സംഖ്യ ഇങ്ങനെ കാണിക്കുന്നു എന്ന് പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ പ്രസംഗത്തിൽ ഇങ്ങനെ പറയുകയാണ്. അപ്പം ഞാൻ ഡിസംബർ 8 ആയല്ലോ, അപ്പം ഞാൻ 10 എന്നുള്ള ഡേറ്റ് ഇട്ട് ഇങ്ങനെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, മാതാവേ ഈ തടസ്സം മാറ്റി തരണേന്ന്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ മാതാവ് ഡിസംബർ 10-ാം തീയതി 10 മണിക്ക് എനിക്ക് വിസ കിട്ടുവാനായിട്ട് സഹായിച്ചു. അതെനിക്ക് വളരെ വളരെ അത് അത്ഭുതകരമായിട്ട്, ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൽ എനിക്ക് വളരെ അത്ഭുതകരമായിട്ട് തോന്നിയത്. അങ്ങനെ ഞാൻ ന്യൂസിലൻഡിൽ പോവുകയുണ്ടായി. ന്യൂസിലൻഡിൽ പോയി ക്യാബ് കോഴ്സ് ചെയ്തു. ആ സമയത്താണ് അവിടെ വേക്കൻസികളെല്ലാം കഴിഞ്ഞു, ആൾക്കാരുകളെല്ലാം നഴ്സുമാരെല്ലാവരും തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് അവിടെ ജോബ് കിട്ടാണ്ട്. കാരണം അവർക്കെല്ലാം ഫില്ലായി, അവർക്ക് ആവശ്യമില്ല ജോബ് നേഴ്സസിനെ. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. ഞാൻ അവിടെ ചെന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അവർക്ക് ക്ലിനിക്കൽ പ്ലേസ്മെൻറ്റ് കിട്ടിയത് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു. ഞാൻ ആ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തന്നെ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഉടമ്പടി ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് എവിടെയാണോ ക്ലിനിക്കൽ പ്ലേസ്മെൻറ്റ് കിട്ടിയത് ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവിടെ മാത്രം വേക്കൻസി ഉണ്ടായിരുന്നുള്ളൂ. ആ വേക്കൻസിയിലേക്ക് എനിക്ക് സെലക്ഷൻ കിട്ടുകയും എൻ്റെ കൂടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവർക്കാർക്കും എൻ്റെ കഴിവ് കൊണ്ടല്ല, നോട്ട് ബൈ മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് അവിടെ ജോബ് ലഭിച്ചു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ കൂട്ടത്തിൽ ക്യാബ് കോഴ്സ് ചെയ്യാമെന്ന നഴ്സസ് എല്ലാം നാട്ടിൽ പോയ സമയത്തും എൻ്റെ അമ്മ മാതാവ് എനിക്ക് അവിടെ ഗവൺമെൻറ്റിൽ തന്നെ ജോബ് തന്ന് അനുഗ്രഹിച്ചു. പരിശുദ്ധ അമ്മ മാതാവിന് ഈശോയ്ക്കും കോടാനുകോടി നന്ദി. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് ചെറുതായിട്ട് മദ്യപാനം കൂട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാനതിന് വളരെ എതിർത്തായിരുന്നു. എനിക്ക് ചെറുതായിട്ടാണെങ്കിൽ പോലും മദ്യപിക്കുന്നത് ഒട്ടും ഇഷ്ടമില്ല. ഞാനപ്പം മാതാവിനോട് ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് പൂർണ്ണമായിട്ട് മാറ്റി തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ആ സമയത്ത് ന്യൂസിലൻഡിൽ വെച്ച് ഹസ്ബൻഡിന് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് കൺവിക്ഷൻ ഉണ്ടാകുകയും അത് ഇമിഗ്രേഷനിൽ വരെ ഡിപ്പോർട്ടേഷൻ വരെ ഉണ്ടാകാനായിട്ടിടയായി. അത് ഹസ്ബൻഡിന് ഭയങ്കര സമയവും മണി നഷ്ടമൊക്കെ ഉണ്ടായ സമയമാണ്. അപ്പോൾ ഹസ്ബൻഡ് ഇതുപോലെ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് നേരുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ആ ഡിപ്പോർട്ടേഷൻ അത് പരിശുദ്ധ അമ്മ മാതാവ് സസ്പെൻഡ് ചെയ്തു. ഒരു കുഴപ്പമൊന്നും ഉണ്ടാകാതെ, വിസയ്ക്ക് ഒരു കുഴപ്പമൊന്നും ഉണ്ടാകാണ്ട് പരിശുദ്ധ അമ്മ മാതാവ് ഈശോപ്പയും ഞങ്ങളെ സംരക്ഷിച്ചു. അമ്മ മാതാവും ഈശോപ്പയും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും അമ്മയ്ക്കും അപ്പയ്ക്കും കോടാനുകോടി നന്ദി. കാരുണ്യപ്രവൃത്തികൾ ഞങ്ങൾ ഓൾഡ് ഏജ് ഹോമിൽ പോകാറുണ്ട്. ഓൾഡ് ഏജ് ഹോമിൽ പോയി അവിടുത്തെ അമ്മമാരെ ശുശ്രൂഷിക്കാറുണ്ട്. അവർക്ക് വേണ്ടുന്ന ഫുഡും അവർക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ മിക്ക മാസങ്ങളിലും പോയി, ഞങ്ങളില്ലെങ്കിലും വീട്ടിൽ അമ്മേനെയും അപ്പനെയും കൊണ്ട് പോയി അവിടെ സഹായിക്കാറുണ്ട്. എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ രോഗി ശുശ്രൂഷ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ എൻ്റെ രോഗികൾക്ക് ഞാൻ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്തു കൊടുക്കാനും അവരോട് ഈശോയെപ്പറ്റി മാതാവിനെ പറ്റി പറയുവാനായിട്ടും എനിക്ക് സാധിച്ചു. ആത്മീയ ജീവിതം ഞാൻ ചെറുപ്പം മുതലേ ജപമാല ചൊല്ലി അമ്മ മാതാവിൻ്റെ കൊണ്ട് നടക്കുന്ന ആളാണ്. ജപമാല എപ്പോഴും എൻ്റെ കൂടെ എൻ്റെ പോക്കറ്റിലുണ്ടായിരിക്കും, എൻ്റെ കയ്യിലുണ്ടായിരിക്കും. ഞാൻ എവിടെ പോയാലും ജപമാല ചൊല്ലി നടക്കുന്ന ആളാണ്. ജപമാലയിൽ എനിക്ക് കൂടുതലായിട്ട് ഓരോ ലൈൻ ചെല്ലുമ്പോഴും പരിശുദ്ധ അമ്മ മാതാവിനെ പറ്റിയും ഈശോപ്പയെ പറ്റി സ്തുതിച്ച് ജപമാല ചൊല്ലാനുള്ള തീക്ഷ്ണമായ ഒരു അനുഭവം, ഒരു അനുഗ്രഹം എനിക്ക് ലഭിച്ചു. പിന്നെ ഉടമ്പടി എടുത്തതിനെ തുടർന്ന് ഞാൻ എല്ലാ ദിവസവും എനിക്ക് ന്യൂസിലൻഡിലായിരുന്നപ്പോഴും അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചതാണ്, അമ്മേ എനിക്ക് അക്കോമഡേഷൻ തരുന്നത് അമ്മയുടെ പള്ളിക്ക് അടുത്തായിരിക്കണേന്ന്. അത് വളരെ അത്ഭുതമായിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് അക്കോമഡേഷൻ കിട്ടിയത് സെൻറ്റ് മേരീസ് ബസിലിക്ക ചർച്ചിൻ്റെ അടുത്ത് 5 മിനിറ്റ് ദൂരം നടന്നു പോകാനുള്ളൊരു സ്ഥലത്താണ്. അതെനിക്ക് വളരെ അത്ഭുതമായിരുന്നു. അതുകൊണ്ട് എനിക്ക് എല്ലാ ദിവസവും പരിശുദ്ധ അമ്മ മാതാവിൻ്റെ പള്ളിയിൽ ചെന്ന് കുർബാന കൂടുവാനായിട്ട് സാധിച്ചു. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് കൂടുതലായിട്ട് അനുദപിക്കാനും ഈശോയുടെയും അമ്മ മാതാവിൻ്റെ മുന്നിൽ അനുതാപത്തിൽ തലയുയർത്തി നിൽക്കാനും അനുദപിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ഈശോയുടെ അമ്മയുടെ മുന്നിൽ വളരെ വളരെ നല്ല വ്യക്തിയായിട്ട് നിൽക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. അതെനിക്ക് വളരെ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടായ ഒരു നല്ലൊരു അനുഭവമായിരുന്നു. മനസ്സിലെ ഭാരങ്ങളെല്ലാം മാറി ഒത്തിരിയേറെ സന്തോഷത്തോടു കൂടി ആയിരിക്കുവാനായിട്ട് ഉടമ്പടി ജീവിതത്തിലൂടെ എനിക്ക് സാധിച്ചു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മ മാതാവിനും ഈശോപ്പയ്ക്കും കോടാനുകോടി നന്ദി.
ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവേൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവേൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. 1 പീറ്റർ 5-6 വചനങ്ങൾ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആശങ്കകളും ഭയങ്ങളും പ്രശ്നങ്ങളും എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് ചുമക്കേണ്ടതില്ല. അവയെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാനാണ് നമ്മൾ വിളിക്കപ്പെട്ടത്. ദൈവം നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന, നമ്മെ ശ്രദ്ധിക്കുന്ന ഒരു ദൈവമാണ്. നമ്മുടെ ഓരോ കണ്ണുനീരും കാണുന്ന ഒരു ദൈവമാണ്. നമ്മളെ സംരക്ഷിക്കുന്ന ഒരമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മളെ വിളിക്കുന്നത് ദൈവത്തിലേക്ക് ഏൽപ്പിക്കുവാനായിട്ടാണ്. വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ ഭാരങ്ങൾ ദൈവത്തോട് ഏൽപ്പിക്കുമ്പോഴാണ് പ്രാർത്ഥനയിലൂടെ, സമർപ്പണത്തിലൂടെ ദൈവം നമ്മെ ഉപേക്ഷിക്കില്ല എന്ന് നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത്. ആശങ്കകളോടെ ജീവിക്കാതെ ദൈവത്തിൽ വിശ്വാസം വെച്ച് എല്ലാം ദൈവത്തോട് പറഞ്ഞ് ഏൽപ്പിച്ച് ജീവിക്കുമ്പോൾ സമാധാനവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ വരും. കൃപാസന മാതാവും നമ്മെ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഈശോയിലേക്ക് നമ്മെ നയിക്കുന്നു. എല്ലാം ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് അമ്മയാണ് നമ്മളെ ഈശോയിലേക്ക് കൊണ്ടുപോകുന്നത്. ഈശോയും അമ്മയും കനിഞ്ഞു നൽകിയ ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ്, പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് ജൂലി സെബാസ്റ്റ്യൻ എന്ന സഹോദരി നമ്മളോട് ഷെയർ ചെയ്തത്. ആദ്യമായി ഉണ്ടായിരുന്ന വിസ തടസ്സമായിരുന്നു. ഓൺലൈൻ ഉടമ്പടി എടുത്തു. പിന്നീട് തീർത്ഥാടന ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അച്ഛൻ്റെ ഒരു ധ്യാനത്തിൽ 8-ാം തീയതിയാണ് ധ്യാനം കൂടുന്നത്. 10-ാം തീയതി എന്ന് അച്ഛൻ പറഞ്ഞു. സമയചുരുക്കത്തിൻ്റെ അമ്മയാണ്. സമയഘടികാരം നെഞ്ചിലേറ്റിയാണ് പരിശുദ്ധമ്മ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. ഈ മകളും വിസ കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു സമയം അച്ഛൻ്റെ ടോക്കിൽ കൂടിയാണ് ഈശോയും അമ്മയും വെളിപ്പെടുത്തി കൊടുക്കുന്നത്. 10 എന്നൊരു ഡേറ്റ് പറഞ്ഞപ്പോൾ ഈ മകൾ 10-ാം തീയതിക്ക് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് ആ മകൾക്ക് തടസ്സമായി കിടന്നിരുന്ന വിസ 10-ാം തീയതി തന്നെ ലഭിക്കുകയും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ മകൾ ഉടമ്പടിയിൽ പൂർണ്ണമായിട്ട് വിശ്വസ്തയോടെ ജീവിക്കാൻ തീരുമാനിക്കുകയും ചെയ്തത്. പിന്നീടായിരുന്നു ജോലിയുടെ ഒരു കാര്യം. ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് ഈ മകൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോഴും ജോലി കിട്ടിയപ്പോഴും ഈ മകൾ പറഞ്ഞത്, ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ദൈവത്തിൻ്റെ ഒരു കൃപയാലാണ് എനിക്ക് ഈ ജോലി കിട്ടിയതെന്നാണ്. കാരണം ഒത്തിരി വ്യക്തികൾ അതിനു മുമ്പ് പരീക്ഷ എഴുതിയിരുന്നു, അവർക്കൊക്കെ റിട്ടേൺ ചെയ്തു. പക്ഷേങ്കിൽ ഈ മകൾക്ക് മാത്രമായിട്ട് കിട്ടണമെങ്കിൽ അത് ഉടമ്പടിയിലാണ്. ഈ മകൾ ഉടമ്പടിയിലാണ്. അത് ദൈവത്തിൻ്റെ ഒരു വലിയൊരു കൃപയിലൂടെയാണ് ഈ മകൾക്ക് ആ ജോലി ലഭിച്ചത്. പിന്നെ ഏറ്റവും വലിയ കാര്യം 8 വർഷം കഴിഞ്ഞ് അന്ന മരിയ എന്ന മകളെ ലഭിച്ചതാണ്. ഈ മകൾ എല്ലാം വിശദീകരിച്ച് പറഞ്ഞു. 8 വർഷം പല ട്രീറ്റ്മെൻറ്റും ചെയ്തു. അലോപ്പതിയും ആയുർവേദവും ലാപ്രോസ്കോപ്പി വരെ ചെയ്തു. ഓരോ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോഴും IVF-നും സജസ്റ്റ് ചെയ്തു. ന്യൂസിലാൻഡിലും ഇവിടെയും പല ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ 42 എന്നൊരു വചനം, ഒരു സംഖ്യ പറഞ്ഞത്. പിന്നീട് ഈ മകൾ സെർച്ച് ചെയ്തപ്പോഴാണ് അച്ഛൻ്റെ ടോക്കിൽ തന്നെ ഒരു പ്രാവശ്യം 2-3 പ്രാവശ്യം ടോക്കിനിടയ്ക്ക് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 42-ാം വചനം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞപ്പോൾ ഈ മകൾ 42 എന്നുള്ള ഒരു സംഖ്യ എന്താണെന്ന് കരുതി ബൈബിളിൽ നോക്കിയപ്പോഴാണ് നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതം എന്നത്. ആ മകൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. എനിക്കൊരു കുഞ്ഞിനെ തീർച്ചയായിട്ടും ദൈവം തരുമെന്ന വിശ്വാസത്തോടെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ടും തൈലം തേച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടുമാണ് അന്ന മരിയ എന്ന കുഞ്ഞുമകളുമായിട്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ സാക്ഷിയായിട്ട്, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് ഈ മകൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. ജപമാലയിലൂടെ, പ്രാർത്ഥനയിലൂടെ അസാധ്യമായെന്ന് തോന്നിയ നിമിഷങ്ങളിൽ സാധ്യമാക്കി തന്ന ഈശോയ്ക്ക് നന്ദി പറയാനാണ് ഇന്ന് ഈ മകളിവിടെ വന്നിരിക്കുന്നത്. മകനുണ്ടെന്ന മദ്യപാനം എന്ന ദുശീലം, ആ ദുശീലത്തിൽ നിന്ന് വിടുതൽ ലഭിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കുറേ പ്രശ്നങ്ങൾ വന്നു, ബുദ്ധിമുട്ടുകൾ വന്നു. ആ പ്രശ്നങ്ങളുടെ ഇടയിലാണ് ഈ മകൻ അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചത്, എനിക്ക് ഈ മദ്യപാനത്തിൽ നിന്ന് വിടുതൽ ലഭിക്കണമേ എന്ന്. പിന്നെ ആ ഇൻസിഡൻറ്റിൽ നിന്നും മകനൊരു വലിയൊരു ആ വീഴ്ചയിൽ നിന്നും മകൻ ഉയർത്തെഴുന്നേറ്റ് മദ്യപാനം എന്ന ദുശീലയിൽ നിന്ന് മാറ്റി ഒരു പുതിയ ജീവിതം നയിക്കുവാൻ ഈശോയും അമ്മയും ഈ മക്കളെ സഹായിച്ചു. ഈ മകൾ വീണ്ടും വീണ്ടും പറഞ്ഞത് ഒരു കാര്യമുണ്ട്, അനുതാപത്തിൽ തല ഉയർത്തി നിന്നു എന്നാണ്. പലപ്പോഴും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മോട് പറയുന്നുണ്ട്,
അനുദപിക്കുക, അനുഗ്രഹം പ്രാപിക്കുമെന്ന് ദൈവവചനം. അനുദപിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് ഈ മകൾക്ക് 8 വർഷം കഴിഞ്ഞ് കുഞ്ഞിനെ കിട്ടിയതും ജീവിതത്തിൽ പല മാറ്റങ്ങളും വന്നതും അനുതാപത്തിലൂടെയാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ എല്ലാ ഭാരങ്ങളും ദൈവത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈശോയും അമ്മയും ഉണ്ട് നമ്മളെ താങ്ങുവാനും നമ്മളെ മുന്നോട്ട് കൈപിടിച്ച് കരം പിടിച്ച് മുന്നോട്ട് നയിക്കുവാനും. ഈശോയും അമ്മയും നമ്മുടെ കൂടെയുണ്ടെന്ന് നമുക്കും വിശ്വസിക്കാം. നമ്മുടെ എല്ലാ ഭാരങ്ങളും ദൈവത്തിൽ ഏൽപ്പിച്ച് നിങ്ങൾ എന്നിൽ വിശ്വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുമെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക എന്നാണ് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വചനം പറയുന്നത്. നമുക്കും നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മുടെ ഇഷ്ടമുള്ളത് നമുക്ക് ചോദിക്കാം. ഈശോയും അമ്മയും നമ്മുടെ അനുഗ്രഹങ്ങളും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ഭാരങ്ങളും യേശുവിൻ്റെ കാൽക്കൽ വയ്ക്കാനുള്ള ഏറ്റവും സുരക്ഷിതമായ വഴി പരിശുദ്ധ അമ്മയുടെ കൈകളാണ്. പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് ഈശോയുടെ ഹൃദയത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ എല്ലാ ആശങ്കകളും കൃപയായി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ജൂലി സെബാസ്റ്റ്യനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും, സ്പെഷ്യലി ഈ കുഞ്ഞു വാവ അന്ന മരിയയ്ക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ.